ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മളെടുത്ത എല്ലാ ട്രേഡ് ഡീറ്റെയിൽസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മുന്നത്തെ ആഴ്ചയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാഴ്ചത്തെ ട്രേഡ് ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളിയാഴ്ച ഒരു ട്രാപ്പിംഗ് മോഡിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു 2 ട്രേഡാണ് വെള്ളിയാഴ്ച എടുത്തത്. അതിൽ ഒന്നിൽ ലോസ് ബുക്ക് ചെയ്തു. രണ്ടാമത്തെ ട്രേഡിൽ ആ ലോസ് കവർ ചെയ്ത് ഏകദേശം ഒരു 4000 സംതിങ് ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ ഈ ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഇത് സെറോദയിലെ കൺസോളാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിന്റെ PNL റിപ്പോർട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മളുടെ സെഗ്മെന്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ആഴ്ച 19-ാം തീയതിയാണ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 19-ാം തീയതി സെലക്ട് ചെയ്തു. അതുപോലെ 23 ഫ്രൈഡേ വരെയുള്ള ഡേറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൺഡേ ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. സോ കഴിഞ്ഞ 4 ദിവസങ്ങളിലും കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ട്രേഡ് ചെയ്ത എല്ലാ ദിവസങ്ങളിലും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ ഏകദേശം 35,000 സംതിങ് ആണ് നമ്മൾ റിയലൈസ്ഡ് PNL എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം ഒരു 3,000 സംതിങ് ആണ് ചാർജ് വന്നിട്ടുള്ളത്. ഏകദേശം ബ്രോക്കറേജ് ആയിട്ട് 1,340 ആണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഈ ചാർജ് ഡിഡക്ട് ചെയ്ത് ഏകദേശം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 32,000 സംതിങ് ആണ് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞത്. സോ ഇതാണ് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഡേ ട്യൂസ്ഡേയിൽ മൺഡേ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ട്യൂസ്ഡേ ഏകദേശം 13,000 സംതിങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ വെനസ്ഡേ 4,000 സംതിങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അത് 13,000 സംതിങ് നമുക്ക് തേഴ്സ്ഡേ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബുക്ക് ചെയ്യാൻ പറ്റിയതാണ് 4,000 സംതിങ്. അങ്ങനെ ടോട്ടലായിട്ട് 32,000 സംതിങ് ആണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് ഈ കഴിഞ്ഞ ആഴ്ച. ഫ്രണ്ട്സ്, ഈ എല്ലാ ദിവസവും ഗ്രീനിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതിലല്ല ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ROI എത്രയാണ് എന്നുള്ളതാണ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് ലൂസിംഗ് ട്രേഡും 2 വിന്നിംഗ് ട്രേഡും ആണ് എന്നുണ്ടെങ്കിലും എനിക്ക് നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് 50,000 അബോവ് ആണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ട്രേഡർ എന്ന് പറയുന്നത്. നമ്മളുടെ ROIയിലാണ് കാര്യം കിടക്കുന്നത്. നമ്മൾ എത്രയാണ്, പിന്നെ നമ്മൾ ഗ്രീനിലാണോ റെഡിലാണോ ക്ലോസ് ചെയ്തത് എന്നുള്ളതിലല്ല, നമ്മളുടെ ROI എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മളൊരിക്കലും എല്ലാ ദിവസവും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. കാരണം ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും, റിവെഞ്ച് ട്രേഡ് ചെയ്യും, ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിഗ് ലോസിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രേഡർ എപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മളുടെ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ട്രേഡിൽ എൻറ്റർ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളുടെ റിസ്ക് എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ട്രേഡിൽ എൻട്രി ചെയ്തിട്ടല്ല നോക്കേണ്ടത്, ട്രേഡിൽ എൻട്രി ചെയ്യുന്നതിന്റെ മുമ്പ് എത്രയാണ് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ആ റിസ്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ട്രേഡിൽ നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് 1000 രൂപയാണ് എന്നുണ്ടെങ്കിൽ 1000 വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വ്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത് എങ്കിൽ 1000 വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫേവർ ആകുമെന്ന് നോക്കാതെ കട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലോങ് റണ്ണിൽ സക്സസ് ആവാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഫീൽഡിൽ നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മൾ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്, ലോസിനെ കട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ബിഗ് ലോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ വിജയിക്കാൻ കഴിയും. നമ്മളെ പ്രോഫിറ്റ് എപ്പോഴും ലോസ് എപ്പോഴും പ്രോഫിറ്റിനേക്കാളും കുറവായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മളെപ്പോഴും മിനിമം 1:2 എങ്കിലും റിസ്ക് റിവാർഡിലെ ട്രേഡുകളിൽ മാത്രം എൻട്രി ചെയ്യുക. അതെത്തിക്കഴിഞ്ഞാൽ മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പ്രോഫിറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യരുത്. എല്ലാവരുടെയും പ്രശ്നം ലോസ് മാക്സിമം ഹോൾഡ് ചെയ്യും, പക്ഷെ പ്രോഫിറ്റ് ചെറുതായിട്ട് കുറയുന്ന കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് വലിയൊരു പ്രോഫിറ്റ് നേടാനുള്ള സാധ്യതയാണ് അവിടെ നഷ്ടപ്പെടുന്നത്.
അവർ ചെറിയൊരു റീട്രേസ്മെന്റ് വന്ന് പിന്നെയും അവരുടെ ഫെയറായിട്ട് മുകളിലേക്കായിരിക്കും പോവുക. പക്ഷേ ചിലപ്പോൾ അത് വന്നാണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ലോങ് റണ്ണിൽ നമുക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 1:2 എങ്കിലും ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ലെവൽ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല അങ്ങനത്തെ ട്രേഡുകൾ മാത്രം എടുക്കുക. 1:2 എങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിസ്ക് എത്രയാണ് എന്നുള്ളത് നമ്മൾ ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ മനസ്സിലാക്കി ആ റിസ്ക് അത് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക, അതിനനുസരിച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് വളരെ നന്ദി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന്. നിങ്ങളുടെ എന്ത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ ഇത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിന് സക്സസ് ആവാൻ വേണ്ടിയിട്ടും ഉള്ള എന്തൊക്കെയാണ് വേണ്ടത് എന്നും അതുപോലെ ട്രേഡിംഗ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. അതുപോലെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ക്വറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അത് പിൻ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. താങ്ക് യു.